നമസ്കാരം. സംഭവം ഇങ്ങനെയാണ്. 10ാം തരം പാസ്സാകുന്നവരൊക്കെ അക്ഷരാഭ്യാസമില്ലാത്തവരാണെന്ന് സജി ചെറിയാൻ. എന്നാൽ സജി ചെറിയാന്റെ ആ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ടായിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി. രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നാണ് സജി ചെറിയാന്റെ വിവരമില്ലാത്ത ആ പരാമർശത്തെ ശിവൻകുട്ടി ആഞ്ഞടിച്ചത്. കേരളത്തിൽ SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്നവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന സജി ചെറിയാന്റെ നിരീക്ഷണം ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വാസ്തവ വിരുദ്ധമാണെന്ന് ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരവും മികവും കൂടുതൽ നന്നാക്കണമെന്നുള്ളത് പൊതുസമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യം കൂടിയാണ്. അതിനുവേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് താഴെയുള്ള SCERT ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രീ പ്രൈമറി തലം തൊട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ്. എല്ലാ അധ്യാപകർക്കും സമയോചിതമായ പരിശീലനങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമായ കാര്യം കൂടിയുമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പരിശീലനം കൊടുക്കുകയാണെന്നും 1ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുമെന്നും ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തന്നെ പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ശിവൻകുട്ടി ആവർത്തിച്ച് പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. അക്കാദമി മികവിന്റെ കാര്യത്തിൽ പിന്നെ കേരളത്തിന്റെ മികവ് പറയേണ്ടതില്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളും കോളേജുകൾക്കും മാതൃകയാക്കുന്ന തരത്തിലുള്ള അക്കാദമിക് മികവാണ് കേരളത്തിന് ഉള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സമീപനമാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ളവയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും 1ാം സ്ഥാനത്ത് തന്നെയാണുള്ളത്. പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണെന്നും ചെറിയാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും SSLC തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കുമെന്നായിരുന്നു സജി ചെറിയാൻ വിലയിരുത്തിയത്.